ട്രഷറികളിൽ പെൻഷൻകാർ പതിവ് പോലെ അതിരാവിലെ തന്നെ എത്തിയിരുന്നു. ഞാൻ സാധാരണ അവസാനമാണ് വരാറ്. ഇപ്പോൾ ഈ പൈസ വിഷമത്തിൽ കിട്ടാത്തത് കൊണ്ട് ഇപ്പം നേരത്തെ വന്നെന്ന് മാത്രം. മലപ്പുറം, കാസർഗോഡ്, വയനാട് ജില്ലകളിൽ 10,000 രൂപ വരെയാണ് ട്രഷറികളിൽ നിന്ന് പിൻവലിക്കാൻ അനുവദിച്ചത്. അതേസമയം കോഴിക്കോട്ട് 24,000 രൂപ വരെ പലരും പിൻവലിച്ചു. 24,000 കിട്ടി. പൈസ തീരുമ്പോൾ ടോക്കൺ വാങ്ങുന്നില്ല, ക്യൂ നിൽക്കാൻ. പൈസ തീരുമ്പോൾ നിങ്ങൾ പോയിക്കോളണം. പണം മുഴുവൻ 2000-ന്റെ നോട്ടായതിനാൽ ചില്ലറ മാറാൻ കഴിയില്ലെന്ന് ചിലർ പരാതിപ്പെട്ടു. അത് പുറത്തു കൊണ്ടുപോയിട്ട് സാധാരണ മാർക്കറ്റിലൊന്നും അത് ചെലവാകുന്നില്ല. പണം തീർന്ന ട്രഷറികൾ നാളെ വരാൻ പറഞ്ഞ് ആളുകളെ തിരിച്ചയക്കുകയും ചെയ്തു. വടക്കൻ കേരളത്തിൽ ബാങ്കുകളിലും ATM-കളിലും നോട്ട് ക്ഷാമം തുടരുകയാണ്. ഒറ്റയടിക്ക് 24,000 രൂപ വരെ പിൻവലിക്കാവുന്ന സാഹചര്യം ഇപ്പോഴും ബാങ്കുകളിലായിട്ടില്ല. മാതൃഭൂമി ന്യൂസ്, കോഴിക്കോട്. വലിയ തിരക്ക് പ്രതീക്ഷിച്ച് രാവിലെ 8 മണി മുതൽ ട്രഷറികൾക്ക് മുൻപിൽ ക്യൂ തുടങ്ങി. എന്നാൽ മാസത്തിന്റെ ആദ്യ ദിനങ്ങളിൽ സാധാരണ ഉണ്ടാകുന്നതിനേക്കാൾ വളരെ വലിയ തിരക്ക് മിക്കയിടത്തും ഉണ്ടായില്ല. ടോക്കൺ കിട്ടിയാലും പണം കിട്ടുമോ എന്ന ആശങ്കയിലായിരുന്നു ക്യൂവിൽ നിന്നവർ. കിട്ടുന്നവരെ നിൽക്കണം. 6 മണി വരെ സമയമുണ്ടെന്നാണ് പറയുന്നത്. 6 മണി വരെ നിൽക്കാൻ തീരുമാനിച്ചത്. കഴിഞ്ഞ മാസം തന്നെ പലർക്കും കൊടുത്തിട്ടില്ല. അതുകൊണ്ടാണ് ഇന്ന് ഇത്രയും പേര് വന്നത്. മധ്യകേരളത്തിലെ എല്ലാ ജില്ലാ ട്രഷറികളിലും രാവിലെ കുറച്ച് പണമെത്തി. പാലക്കാട് ജില്ലയിലെ വടക്കഞ്ചേരി, കുഴൽമന്ദം സബ് ട്രഷറികളിൽ ഉച്ചവരെ പണമെത്തിയില്ല. 1 കോടി രൂപ ആവശ്യപ്പെട്ട ചിറ്റൂരിന് കിട്ടിയത് 5 ലക്ഷം രൂപ മാത്രം. തൃശൂർ ജില്ലയിൽ ആവശ്യപ്പെട്ടതിന്റെ പകുതി തുക മാത്രമാണ് ട്രഷറികളിൽ നിന്ന് വിതരണം ചെയ്തത്. കോട്ടയം ജില്ലയിലെ പൊൻകുന്നം, എരുമേലി, പള്ളിക്കത്തോട് ട്രഷറികളിൽ വളരെ കുറച്ചു തുക മാത്രമാണ് എത്തിയത്. 82 ലക്ഷം രൂപ ആവശ്യപ്പെട്ട പൊൻകുന്നത്തിന് കിട്ടിയത് 7 ലക്ഷം രൂപ മാത്രമാണ്. ഇടുക്കി ജില്ലയിൽ എല്ലാ ട്രഷറികളിലും ഇന്ന് പ്രവർത്തിക്കാൻ ആവശ്യമായ തുക വിതരണം ചെയ്തതായി ജില്ലാ ട്രഷറി ഓഫീസർ അറിയിച്ചു. ആലപ്പുഴ ജില്ലയിൽ അമ്പലപ്പുഴ ഒഴികെയുള്ള സബ് ട്രഷറികളിൽ പണവിതരണം സ്തംഭനത്തിലേക്ക് നീങ്ങുകയാണ്. ബാങ്കുകളിലും വലിയ തിരക്കുണ്ടായിരുന്നില്ല. തിരക്ക് പ്രതീക്ഷിച്ച് ഏറെപ്പേർ വിട്ടുനിന്നതും ബാങ്ക് വഴി ശമ്പളം ലഭിക്കുന്ന സർക്കാർ ജീവനക്കാരും സ്വകാര്യ സ്ഥാപനങ്ങളിലെ ജീവനക്കാരും ഓഫീസ് സമയത്ത് ബാങ്കിൽ എത്താതിരുന്നതും തിരക്ക് കുറയ്ക്കാനിടയാക്കി. 24,000 രൂപ പിൻവലിക്കാമെന്ന് റിസർവ് ബാങ്ക് അറിയിച്ചിട്ടുണ്ടെങ്കിലും ഇത്രയും പണം ഇല്ലാത്തതിനാൽ മിക്ക ബാങ്കുകളും തുക കുറച്ചാണ് നൽകിയത്. 2,500 രൂപ കൊണ്ട് ഒന്നുമാകാത്തതിനാലാവാം ATM-കളിലും കാര്യമായ തിരക്കില്ലായിരുന്നു. മാതൃഭൂമി ന്യൂസ്, കൊച്ചി. നോട്ട് അസാധുവാക്കൽ പ്രഖ്യാപിച്ച് 23 ദിവസം പിന്നിടുമ്പോഴും ജനങ്ങളുടെ ദുരിതമൊഴിയുന്നില്ല. ശമ്പളമെടുക്കാനായി ബാങ്കുകളിലേക്കും ATM-കളിലേക്കും ജനങ്ങൾ കൂട്ടത്തോടെ എത്തിയത് സംഘർഷാന്തരീക്ഷം സൃഷ്ടിച്ചു. ബാങ്കുകൾക്ക് പുറത്ത് വൻ നിര കാണപ്പെട്ടു. സാധാരണയുള്ളതിനേക്കാൾ 35% അധിക ഇടപാട് നടക്കുമെന്ന് അറിയാമായിരുന്നിട്ടും ബാങ്കുകളിൽ ആവശ്യത്തിന് കറൻസി എത്തിക്കാൻ റിസർവ് ബാങ്കിന് കഴിയാത്തത് ദുരിതം ഇരട്ടിയാക്കി. ദിവസവും വിതരണം ചെയ്യുന്നതിനേക്കാൾ 4 ഇരട്ടി കറൻസി ബാങ്കുകളിൽ എത്തിക്കുമെന്ന് RBI അറിയിച്ചിരുന്നു. 24,000 രൂപ വരെ ആഴ്ചയിൽ പിൻവലിക്കാമെന്നിരിക്കെ ബാങ്കുകൾ ഇടപാടുകാർക്ക് നൽകിയത് 10,000 രൂപ മാത്രം. ഇത് പലയിടത്തും തർക്കത്തിന് വഴിവെച്ചു. പണം വിതരണം ചെയ്യാൻ കൂടുതൽ കൗണ്ടറുകൾ തുറക്കുമെന്ന് അറിയിച്ചെങ്കിലും ബാങ്കുകൾ സൗകര്യമൊരുക്കിയില്ല. 85% ATM-കളും ഇന്നും അടഞ്ഞുകിടന്നു. പുനഃക്രമീകരിച്ച ATM-കളിൽ ആവശ്യത്തിന് പണമില്ലാത്തത് ജനങ്ങളെ വലച്ചു. വിമാന ടിക്കറ്റിനും പെട്രോൾ പമ്പുകളിലും പഴയ 1000-ന്റെയും 500-ന്റെയും നോട്ടുകൾ ഉപയോഗിക്കുന്നതിനുള്ള സമയപരിധി നാളെ അവസാനിക്കും. ഇക്കാര്യത്തിൽ പുതിയ ഇളവുകൾക്ക് സാധ്യതയില്ലെന്നാണ് സൂചന. ഡിമാൻഡ് വർദ്ധിക്കുമ്പോഴും ബാങ്കുകളിൽ ആവശ്യത്തിന് നോട്ടെത്തിക്കാൻ റിസർവ് ബാങ്കിന് കഴിയുന്നില്ല എന്നതാണ് വസ്തുത. പ്രതിസന്ധിക്ക് അയവ് വന്നില്ലെങ്കിൽ ജനങ്ങൾ തെരുവിലിറങ്ങുന്ന കാലം അതിവിദൂരമല്ല. സുജി പട്ടാമ്പിക്കൊപ്പം ഡൽഹിയിൽ നിന്നും രാജേഷ് കോയിക്കൽ, മാതൃഭൂമി ന്യൂസ്.